house of God has to be cleansed. ദൈവഭവനത്തെ ശുദ്ധീകരിക്കുക. ദൈവത്തിന് വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബി ഹോളി അസ് ഐ ആം ഹോളി. പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ മോശയുടെ അടുക്കലും ജനതയോട് സംസാരിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയും ശുദ്ധീകരിക്കുക. ശുദ്ധീകരിക്കാതെ ദൈവം കടന്നു വരത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്ന് കാലങ്ങളിലും ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കർത്താവിന് വളരെ നിർബന്ധമാണ് ശുദ്ധീകരണം, വിശുദ്ധി, ഹോളിനെസ്. ഇപ്പം ദൈവത്തിന് ഹോളിനെസ് ഇല്ലെങ്കിൽ ആകെപ്പാടെ കുഴപ്പമാകും. നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക. അവൻ വിശുദ്ധനല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദുഷ്ടത ചെയ്യും. അപ്പോൾ നമ്മുടെ ദൈവം എത്ര വിശുദ്ധനാണെന്നുള്ള ആ വിശുദ്ധി നമ്മളിലേക്ക് പകരുന്നതനുസരിച്ചായിരിക്കും നമ്മളിലും വിശുദ്ധ ജീവിതം കടന്നു വരുന്നത്. കർത്താവ് എവിടെയാണ് ജീവിച്ചതെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കർത്താവ് യെരൂശലേമിൽ അധികം നാൾ താമസിച്ചായിട്ട് പറയുന്നില്ല. അവിടെ കിടന്നതായിട്ട് ഒരിക്കൽ പോലും പറയുന്നില്ല. കാരണം യെരൂശലേം ശലോമോൻ്റെ ടെമ്പിളായിരുന്നു. ശലോമോൻ മരിക്കുന്നതിന് മുൻപ് ദൈവാലോചന അനുസരിച്ച് ആലയം പണിതു. ആലയത്തിന് മനോഹരത്വം ഒത്തിരി മനോഹരമായിരുന്നു. പക്ഷേ ആലയം തുടങ്ങിയപ്പോഴുള്ള ദൈവത്വം എല്ലാം മാറിയിട്ട് നിയമങ്ങളും ആചാരങ്ങളുമായി മാറിയപ്പോൾ ദൈവത്ത് വസിക്കുന്നില്ല. ആ കാലങ്ങളിൽ ആലയത്തിനകത്ത് പൊന്നിൻ്റെ സാധനങ്ങൾ, നമ്മുടെ കൈക്ക്, കാലിന്, ഇതിനൊക്കെ ഓരോ അവയവങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കി നമ്മൾ ചില പള്ളികളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പുറത്ത് കാള, ആട്, പ്രാവ് ഇതിനെയൊക്കെ വിൽക്കുക, അകത്ത് വാണിപ്പക്കാർ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുക. ഇതൊക്കെ കണ്ടപ്പം കർത്താവിന് സഹിക്കുന്നില്ല. അതുകൊണ്ട് യേശു അതിനകത്ത് വസിക്കുന്നതായിട്ട് പറയുന്നില്ല. അപ്പം വിശുദ്ധി അല്ല എങ്കിൽ നമ്മുടെ ഭവനത്തിൽ എന്തൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ ആദ്യത്തെ ഘടകം ദൈവത്തോടുള്ള വിശുദ്ധി, അവനോടുള്ള അടുപ്പം. കർത്താവ് വരുമ്പോൾ അവിടെ വിശുദ്ധി വരും. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന രണ്ട് ഡിസൈപ്പിൾസ്, യേശുവിൻ്റെ കൂടെ നടന്ന് രണ്ട് ഡിസൈപ്പിൾസ് ചോദിക്കുന്നു, എവിടെയാണ് നീ ജീവിക്കുന്നത്, എവിടെയാണ് നീ താമസിക്കുന്നത്? യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഏകദേശം 1:37 തൊട്ട് 39 വരെയുള്ള വാക്യത്തിലാണ് അത്. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. ഈ യോഹന്നാൻ പറഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, അവൻ വളരണം, ഞാൻ ചെറുതാകണം. അതൊന്നും ഈ ഭൂമിയിൽ ഇല്ല, അങ്ങനെ ഒരു കാര്യം. അവൻ വലുതാകുകയും ഞാൻ ചെറുതാകുന്നൊക്കെ ആത്മാവില്ലാതെ ഒരുത്തർക്കും ചെയ്യാനൊക്കത്തില്ല. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്ന കണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. എല്ലാവർക്കും അറിയണം എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന്. യേശുവിനോട് അവരത് തന്നെ ചോദിച്ചു, അവരെവിടെയാണ് നീ താമസിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. കർത്താവ് എത്രയോ സ്നേഹത്തിലാണ്. വന്ന് കാണ്, നാളെ വരാമെന്ന് പറഞ്ഞില്ല, ഇപ്പം തന്നെ വന്ന് കാണുവാൻ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പം എന്ത് സംഭവിക്കുന്നു? അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച് 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. ഇതിനടുത്ത് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ആക്കുന്നവരെയൊക്കെ യേശു എവിടെയാണ് താമസിക്കുന്നത്, യേശുവിൻ്റെ വാസസ്ഥലം എവിടെ എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നെങ്കിലും ലൂക്കോസിൻ്റെ സുവിശേഷം 9:58 ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു. 58 യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. എന്താണ്? വളരെ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ ഈ ലോകവും ഭൂതലവും എല്ലാം സൃഷ്ടിച്ചതാണ്. ചില അപ്പനമ്മമാർ വീടുണ്ടാക്കി വെച്ച് മക്കളെ ഏൽപ്പിച്ച് വെച്ചു പോയിട്ട് തിരിച്ചു വരുമ്പം അവരെ കയറ്റത്തില്ല. പിന്നെ വേണേ വല്ല വൃദ്ധസദനത്തിലോ എവിടെയെങ്കിലും ചർച്ചകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലോ അനാഥാലയങ്ങളോ ഒക്കെ ഇവർ പോകേണ്ടി വരും. കാരണം എന്താ? ഏൽപ്പിച്ച വിശ്വസ്തത, ആ ദൈവത്തിൻ്റെ വിശ്വസ്തത അവരിൽ ഇല്ലായി പോകുന്നു. അതുപോലെ തന്നെയാണ് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ഭൂമി, ദൈവത്തിൻ്റെ ആലയം, ശലോമോനെ കൊണ്ട് ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞുണ്ടാക്കിച്ചത്. അവിടെ ദൈവം വസിച്ചിട്ടില്ല.
അതുകൊണ്ടാണ് യേശു പറയുന്നത്, സത്യത്തിൽ അവിടെയല്ലേ കിടക്കേണ്ടത്, ഇറങ്ങും ദൈവത്തിന് ഭവനമില്ലല്ലോ. പക്ഷേ കർത്താവ് പറയുന്നു, കുറുനരികൾക്കാണെ കുഴിയുണ്ട്, പക്ഷെ ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. നമ്മളത് ഇച്ചിരി ആഴമായിട്ടൊന്ന് ചിന്തിക്കണം. അത് നമ്മൾ ദൈവം തമ്പുരാൻ പുത്രനെ അയച്ചിരിക്കുന്നത് ദൈവത്തിനൊരു ഡ്വെല്ലിംഗ് പ്ലേസ്, അതായത് വന്ന് തിരിച്ചു വരുന്നുണ്ട് പരിശുദ്ധാത്മാ പഴയ നിയമത്തിൽ. അപ്പോൾ ഇപ്പോഴേ എന്നേക്കും വസിക്കാൻ ഒരു ഭവനം, അതാണ് ദൈവം നോക്കുന്നത്. വന്ന് പോവുകയല്ല, എന്നേക്ക് അബൈഡ് ചെയ്യുക. ആ പോയിന്റിലേക്ക് ഞാൻ പിന്നെ കടന്നു വരാം. യോഹന്നാൻ്റെ 1:51 ദൈവം തമ്പുരാന് യേശു ഈ നഥാനിയേലിനോട് പറയുന്നു. 1:51 വായിക്കാം നമുക്ക്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നഥാനിയേൽ എന്ന് പറയുന്ന ആൾ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് ഫിലിപ്പോസും അന്ത്രയോസും പത്രോസിൻ്റെ പട്ടണ ബേഥേൽ നിന്നപ്പോഴും ആയിരുന്നു ഫിലിപ്പോസ് നഥാനിയെ കണ്ട് അവനോട് നമ്മൾ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞനുസരിച്ച് ഫിലിപ്പോസ് വിളിച്ചു കൊണ്ടുവരുന്ന ആളാണ് നഥാനിയേൽ. നഥാനിയെ കണ്ടപ്പം യേശുക്രിസ്തു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൂരെ നോക്കിയപ്പോഴേ ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാണെന്നും കപടമില്ലാന്ന് യേശുവിനറിയാം, ആത്മാവിന് റീഡ് ചെയ്യാനാകുന്ന. അപ്പോൾ ഫിലിപ്പോസിന് നഥാനിയേലിന് അതിശയം തോന്നി, എങ്ങനെ എന്നെ ഇങ്ങനെ അറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കും. അതായത് ഫിലിപ്പോസാണ് വിളിച്ചുകൊണ്ട് വന്നത്. അവൻ വിളിക്കുന്നതിന് മുൻപേ നീ എവിടെയാണ് ഇരുന്നത് പോലും ഞാൻ അറിയുന്നു. നമ്മൾ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എല്ലാം കർത്താവ് അറിയുന്നു. നമ്മുടെ കാലുകൾ ദൈവത്തിന് അനുയോഗ്യമായ വിധത്തിൽ മാത്രം കാല് വെച്ചിട്ട് മറ്റു കാലിട്ട് പോകുന്ന വഴികൾ അടഞ്ഞു പോകട്ടെ. അടയ്ക്ക് വെളിപ്പാടി പറയുന്നുണ്ടല്ലോ, ഞാനൊരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാം. എന്താ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, പക്ഷേ വാതിൽ അടയ്ക്കേണ്ട ജോലിയും ദൈവത്തിൻ്റെ തന്നെയാണ്. കർത്താവേ, നിനക്ക് ഇതമില്ലാത്ത വഴികളിൽ നമ്മളോ ഭർത്താക്കന്മാരോ മക്കളോ മരുമക്കളോ ഭാര്യമാരോ കൊച്ചുമക്കളോ പോകാനൊക്കത്തില്ല. നമ്മൾ വേലി കെട്ടാണ്. ഇടം പ്രതി നമ്മൾ ഈ വേലി എവിടെ പൊളിഞ്ഞു കിടക്കുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾ നെഹമ്യാവ് ചെയ്ത പോലെ ചുറ്റും നിന്ന് വാള് പിടിച്ച് നിന്ന് പണിതുകൊണ്ടേയിരിക്കണം. കർത്താവിന് നിർബന്ധമാണ്. അപ്പോൾ യേശുക്രിസ്തു നഥാനിയേലിനോട് പറയുന്നതാണ്, യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നു, നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് പറയും. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങളോട് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ബഥേൽ എന്ന സ്ഥലത്ത് യാക്കോബ് ഓടിപ്പോയപ്പോൾ കിടക്കാനൊരു സ്ഥലമില്ലാഞ്ഞിട്ട് നടന്ന് ഓടി ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കല്ലെടുത്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയെന്നുണ്ട്. ഒത്തിരി ക്ഷീണിച്ചാകുമ്പോൾ നമ്മളെല്ലാം ഉറങ്ങിപ്പോയി എവിടെ കിടന്നാലും. എന്താണെന്നേലും അവിടെ ഒരു ഗോവേണി സ്വർഗം വരെ എത്തുന്നത് കണ്ടു. അവിടെ ദൈവം മുകളിലും ദൂതഗണങ്ങൾ ഇവിടുന്ന് മുകളിലോട്ടും അവിടുന്ന് ഇറങ്ങും. അപ്പം യാക്കോബ് ഇരിക്കുന്നിടത്ത് ദൈവദൂതന്മാരുണ്ട്, യാക്കോബിന് ചുറ്റും ദൈവദൂതന്മാരുണ്ട്. ആ ദൈവദൂതന്മാർ മുകളിലും കയറി. ഇവിടെ യേശുവാണ് നിൽക്കുന്ന പകരം. യേശു എവിടെയുണ്ടോ അവിടെ ദൈവദൂത ഗണങ്ങളുണ്ട്. അപ്പം നഥാനിയേലിനോട് പറയാണ്, അന്ന് ബഥേലിൽ വെച്ച് ബഥേലിൽ യാക്കോബ് കണ്ടത് സ്വർഗത്തിലോട്ടൊരു ഗോവേണി പോയിരിക്കുന്നതും അവിടെ കൂടെ ദൈവദൂതന്മാർ മുകളിലോട്ട് കയറുന്നതും താഴോട്ടിരുന്നു. ആ ഗോവേണി ഞാനാണെന്നാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നഥാനിയേലിന് അന്നേരം മനസ്സിലായെന്ന് തോന്നുന്നില്ല, പക്ഷെ അത് എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം അവരോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. അപ്പോൾ യാക്കോബ് കണ്ട ഡ്രീം എന്ന് പറയുന്ന സ്വപ്നം ഉൽപ്പത്തി 28:12 പറയുന്നത്. അപ്പം നമ്മൾ ഈ യാക്കോബിൻ്റെ പേര് പോലും ആദ്യമേ യുസാർപ്പ് അല്ലെങ്കിൽ ഡിസീറ്റർ അല്ലെങ്കിൽ കളിപ്പീരുകാരൻ എന്നുള്ള പേരായിരുന്നു. എങ്കിലും ദൈവവുമായിട്ട് മൽപ്പിടുത്തം ചെയ്ത് കഴിഞ്ഞ നിമിഷം തൊട്ട് യാക്കോബ് ജയിച്ചപ്പോൾ യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ പ്രിൻസ് വിത്ത് ഗോഡ്, ദൈവത്തിൻ്റെ പ്രഭു എന്നുള്ള പേരിട്ട്. എപ്പം നമ്മൾ ദൈവവുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നോ അല്ലെങ്കിൽ എപ്പം നമ്മൾ ദൈവത്തെ കാണുന്നോ അന്നേരം നമ്മുടെ പേര് മാറും. നമ്മുടെ പേര് മാറിയിട്ട് ഇസ്രായേൽ എന്നുള്ള പേരിടുകയാണ്. കർത്താവിന് നിർബന്ധമാണ് യേശു ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഭവനം ഉണ്ടാകുമെന്നും അത് ശുദ്ധമാകുമെന്നും ആഗ്രഹിക്കുന്നു. എന്നാൽ യെരുശലേമിനെ കുറിച്ച് പറയുമ്പം യോഹന്നാൻ്റെ സുവിശേഷം 2:16-17 പറയുന്നത്, യോഹന്നാൻ്റെ 2:16-17 അതിന് ഇച്ചിരി മുമ്പ് യഹൂദന്മാരുടെ പെസഹ സമീപം ആയതുകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന
പൊൻ വാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളെയും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞ് മേശയിലെ മേശ മറിച്ചിട്ട് റാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ നിന്ന് വാണിഭശാലയാക്കരുത്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇത് കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ ഇതുകൊണ്ടാണ് യെരുശലേമിൽ താമസിക്കാഞ്ഞത്. കാളയും ആടിനെയും പ്രാവിനെയും സാധനങ്ങളും വിൽക്കുന്ന സ്ഥാപനമാക്കി മാറ്റി. അവിടെയൊന്നും ദൈവം ഇല്ല. അത് മനസ്സിലാക്കണം. ഇത് എത്ര വിശുദ്ധമെന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് പ്രാർത്ഥനാലയമായിരിക്കണം. ഇത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ 2:24 പറയുന്നുണ്ട്, അവനെ തന്നെ ആരെ ഏൽപ്പിച്ചു? യേശുവോ എല്ലാവരെയും അറിഞ്ഞതുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യൻ്റെ സ്വഭാവം അവൻ അറിയാമായിരുന്നു. അപ്പോൾ യേശു വന്നിട്ട് യേശുവിന് ചെന്ന് കയറി കിടക്കാൻ പറ്റിയ ഒരു ഭവനമാട്ടെ, ഒരു വീടാട്ടെ, ഒരു സ്ഥലമാട്ടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കുറുനരികൾക്ക് കുഴിയുണ്ട്, പിന്നെ പറവജാതികൾക്ക് കൂടുകളുണ്ട്, പക്ഷേ മനുഷ്യപുത്രനായ എനിക്ക് തല ചായ്പാൻ ഒരു സ്ഥലമില്ല. ഈസ് ആസ്കിങ്, നിൻ്റെ ആലയം, നിൻ്റെ ഹൃദയം നീ എനിക്ക് വേണ്ടി തരുമോ? വളരെ ദുഃഖത്തോടുകൂടിയാണ് ദൈവം ഇത് പറയുന്നത്. പ്രാർത്ഥനാലയമാകാം, നമ്മുടെ സ്വന്തം വീടാകാം, നമ്മുടെ ഹൃദയമാകാം, മക്കളുടെ ആകാം. നമ്മളോട് ദൈവം ചോദിക്കുകയാണ്, എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. നിങ്ങളെല്ലാം വീടും വെച്ച് ഞാൻ തന്ന സ്ഥലങ്ങളാണ് ഇതല്ല, ഞാൻ തന്ന ബുദ്ധി എല്ലാം. പക്ഷെ നിങ്ങളുടെ ഒരു സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. അതായത് മറ്റുള്ളവരെക്കുറിച്ച് കരുതുന്നില്ല എന്നുള്ളതാണ്. യേശുവിനെ കരുതാത്തവർ ബാക്കിയുള്ളവരെ കരുതുമോ? മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. മാറിയേ പറ്റൂ. കുറച്ചും കൂടെ സ്വാർത്ഥത കളഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ വസിക്കുന്ന ആലയം ശുദ്ധമാക്കേണ്ടിയിരിക്കുന്നു. അത് പഴയ നിയമകാലത്തെ ആലയങ്ങളിലെ കർത്താവേ സാധനങ്ങൾ വിൽക്കുമായിരുന്നു. ആ യാഗവസ്തുവിന് കൊണ്ടുവരുന്ന ആടുകൾ, പിന്നെ സ്വർണ്ണ നാണയങ്ങൾ, നേർച്ച നേരേണ്ടത് ഒക്കെ അകത്ത് തന്നെ അതിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ വിൽക്കുന്നത് യേശു കണ്ടിരുന്നു. യേശു അവിടെയുള്ള ഒരുത്തരെ പോലും വിശ്വസിച്ചില്ല. അവനെ തന്നെ ആരിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം മനുഷ്യൻ്റെ ഹൃദയം അത്ര ദുഷ്ടമാണെന്നറിയും. ആലയം പണിതത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഭവനം, ദൈവം വസിക്കേണ്ട ഭവനം. പക്ഷെ ദൈവം അകത്തില്ല. അങ്ങനെയാണോ ഞങ്ങളുടെ ചുറ്റുപാടുള്ള ആലയങ്ങൾ? അങ്ങനെയാണോ ഞങ്ങളുടെ സഭായോഗങ്ങൾ? അങ്ങനെയാണോ ഞങ്ങളുടെ വീട്? അങ്ങനെയാണോ ഞങ്ങളുടെ ഹൃദയം? കർത്താവേ, അകത്തൊട്ട് പുറത്ത് വരുമെന്ന് നോക്കുമ്പോൾ യാഗപീഠത്തിൻ്റെ മേൽ യാഗവസ്തു വെക്കുമ്പോൾ രണ്ടായിട്ട് പുലർന്ന് മലർത്തി വെക്കുന്നത് പോലെ ഞങ്ങളെ നിൻ്റെ വചനമാകുന്ന വാള് വെച്ച് വെട്ടിയിട്ട് അകത്ത് നിനക്ക് ഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞ് ശുദ്ധിയാക്കിയേ പറ്റൂ. ബി ഹോളി അസ് ഐ ആം ഹോളി. അവിടുന്ന് വിശുദ്ധനാകുന്ന പോലെ ഞങ്ങളെ വിശുദ്ധരാക്കണം, ഞങ്ങളുടെ തലമുറകളെ ആക്കണം, ഞങ്ങൾക്കുള്ളവരെ ആക്കിയെടുക്കണം. നിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യാതെ ഞങ്ങൾക്കൊക്കത്തില്ല. സാവേ, ഒരു സർജറി ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ബ്രെയിൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ പാറയെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, നിനക്ക് പ്രസാദമുള്ളത് മാത്രം ചിന്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തലമുറകൾ നിന്നെക്കുറിച്ച് അറിയുവാൻ ദാവീദിന് ദൈവമേ ഒരു ദീർഘദൃഷ്ടി കൊടുത്ത് ആലയം പണിയാൻ നീ ആലോചന കൊടുത്തെങ്കിൽ ദാവീദല്ലല്ലോ പണിതത്, ശലോമോനാണ് പണിത്. അതിൻ്റെ മഹത്വം എത്രയോ വലുതായിരുന്നു. എന്നാൽ അത് പിന്നെ കാലത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇല്ലാതായിപ്പോയി. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ അപ്പച്ച, അന്ത്യകാലത്ത് സകല ജട്ടത്തിൻ്റെ മേലും നിൻ്റെ ആത്മാവിനെ പകരാമെന്ന് നീ പറഞ്ഞിരിക്കുന്നതിനാൽ നിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുക തന്നെയല്ല, ഞങ്ങളിൽ നീ വസിക്കാൻ തക്കവണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ശുദ്ധീകരിച്ച് വെട്ടിപ്പാക്കി നീ വസിക്കുവാൻ തക്കവണ്ണം യോഗ്യമുള്ളതാക്കി തീർക്കണമേ. വേർ വിൽ ഐ സ്ലീപ്പ് എന്ന് ചോദിച്ചാൽ അതേ കുറുനരികൾക്ക് കർത്താവേ മാളമുണ്ട് കർത്താവേ, പറവജാതികൾക്ക് കർത്താവേ അതിന് വേണ്ടതായിട്ടുള്ള കൂടുണ്ട് കർത്താവേ. മനുഷ്യപുത്രന് തല ചായ്പാൻ ഭൂമിയിലൊരു സ്ഥലമില്ല എന്ന് പറയുന്നത് നീ സൃഷ്ടിച്ച ഭൂമിയിൽ നിനക്ക് കാല് ചവിട്ടാൻ വയ്യാത്ത ഗതികേട് ഞങ്ങളുടെ പാപം കൊണ്ടാണ് സംഭവിച്ചത്. അത് തന്നെയാണ് എന്നും ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈ പാപലോകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിപ്പിക്കാനും അവിടെ ഒരു ബഥേല് പണിയാനും
അറിയുവാനും അത് സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്ന ദൂതഗണങ്ങൾ മുകളിലോട്ടും താഴോട്ടും ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ദൂത് തരുന്നതുമായ ഭാഗം ഞങ്ങളുടെ ഹൃദയത്തിലാക്കിയെടുക്കണമേ. യേശു പറഞ്ഞല്ലോ നഥാനിയലിനോട്, നീ ഇത് കാണുമെന്ന് പറഞ്ഞത്. നഥാനിയൽ അതിൽ കൂടുതൽ കണ്ടു കർത്താവേ. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതും ഇറങ്ങി വരാൻ പോകുന്നതും അവൻ പറഞ്ഞ സകല കാര്യങ്ങളും ഉയർത്തെഴുന്നേറ്റതും ഒക്കെ നഥാനിയൽ കണ്ടല്ലോ കർത്താവേ. അവിടെയെല്ലാം യേശു കാല് ചവിട്ടിയോ അവിടെയെല്ലാം അനുഗ്രഹമായെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ മക്കളിൽ, എല്ലാ സ്ഥലങ്ങളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നാഥാ, പൂർണ്ണമായിട്ടും ഞങ്ങൾ നിന്നെ സ്വീകരിച്ച് അകത്ത് വന്ന് വസിക്കണമേ എന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.